الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിനും നാളെ ആഖിറത്തിനും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി സൃഷ്ടികളുടെ ഉടമസ്ഥനാണ്. എല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. എല്ലാം അല്ലാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കുകയാണ്. അതിൽ മനുഷ്യരും പെടും. ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യൻ കാണുകയോ അറിയുകയോ ചെയ്യാത്ത പലതും പെടും. ദുനിയാവിൽ മനുഷ്യൻ അഹങ്കരിക്കുന്നത് അള്ളാഹുവിന്റെ സംവിധാനങ്ങളിൽ എത്രയോ ചെറിയ ഒരു കാര്യം അവൻ അറിയാമെന്ന ഗമയിലാണ്. ഒരു സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ അതിന്റെ അറ്റത്തുള്ള ഒരു തുള്ളി വെള്ളത്തിന്റെ അത്ര പോലും ദുനിയാവിനെ പറ്റി മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ സംവിധാനങ്ങളെ അവൻ കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടുമില്ല. എന്നാലും അവൻ അഹങ്കാരിയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു അവനെ ഉണർത്താൻ വേണ്ടി പറഞ്ഞത്, നീ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, നീ നേർവഴിക്ക് വരുന്നില്ല. എന്നിട്ടല്ല ഉടനെ പറയുന്ന കാര്യം എന്താ അറിയോ? നിനക്ക് ഇത്രയും അഹങ്കരിക്കാനും ധിക്കരിക്കാൻ മാത്രമൊന്നും നീ ഇല്ല. എന്നെ വെല്ലുവിളിക്കാൻ മാത്രമൊന്നും നീ ആയിട്ടില്ല. എന്റെ സംവിധാനങ്ങളും തർത്തീബുകളും തദ്ബീറുകളും ഇത്രയും കണ്ട് നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ലെങ്കിൽ നീ ഒന്ന് ചിന്തിക്കണം, നീ എങ്ങനെയാ ഉണ്ടായത്. നിന്റെ റബ്ബ് നിന്നെ എവിടെന്നാ സൃഷ്ടിച്ചത് എന്നെങ്കിലും നീ ഒന്ന് ചിന്തിക്കണം. അവൻ നിന്നെ പടച്ചത് ഒരു ബീജത്തുള്ളിയിൽ നിന്നാണ്, മരിക്കിന്റെ ഒരു തുള്ളിയിൽ നിന്നാണ്. നീ അത്രയുള്ളൂ അല്ലാഹുവിന്റെ മുമ്പിൽ. ബലഹീനനാണ് അവൻ. അല്ലാഹുവിനെ ഓരോ വസ്തുക്കളിലേക്കും അവൻ ആവശ്യക്കാരല്ല. നിൽക്കാൻ, ഇരിക്കാൻ, കിടക്കാൻ, തിന്നാൻ, ഓടാൻ, ചാടാൻ, തോടിക്കാൻ
പല വസ്തുക്കളിലേക്കും അവൻ ആവശ്യക്കാരനാണ്. സ്വയം ഒന്നുമില്ലാതെ അവൻ ഒന്നും ചെയ്യാൻ പറ്റൂല. ആശ്രയിക്കുന്നവനാണ് മനുഷ്യൻ. ഭാര്യയെ, ഭർത്താവിനെ, ഉപ്പയെ, ഉമ്മയെ, മക്കളെ, കൂട്ടുകാരെ, വീടിനെ, കച്ചവടത്തെ. ഈ ആശ്രയമൊന്നും ഇല്ലാണ്ട് മനുഷ്യന്റെ ദുനിയാവിൽ ജീവിക്കാനേ സാധ്യമല്ല. ഇനി അതൊന്നും ഇല്ലെങ്കിലും ഓരോ സെക്കൻഡിലും അവനും പടച്ച റബ്ബിലേക്ക് ആവശ്യക്കാരനാണ്. മാറി നിന്നാലും എനിക്കതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിറകോട്ട് മാറിയാലും ആവശ്യം വരുന്ന ഒരു സന്ദർഭം വരും. അന്നവൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാവും. കൈനീട്ടും, കണ്ണുകൾ ഉയർത്തും, മനസ്സാകാശ ലോകത്തേക്ക് തിരിയും. എത്ര വലിയൊരാണെങ്കിലും ചിലപ്പോ കൈമത് ഒരുപാട് സമ്പത്തും സൗകര്യവും ഉള്ളപ്പോൾ അവൻ ഒന്നാനെ മറക്കും. അതെല്ലാം നഷ്ടപ്പെട്ടൊരു സുപ്രഭാതത്തിന് ഉടുത്ത തുണി മാത്രം ബാക്കിയാവുന്ന ദിവസം അവൻ അള്ളാഹുവിലേക്ക് മടങ്ങും. മടങ്ങാൻ വെക്കാൻ കഴിയില്ല, അവനിലേക്ക് തിരിയാൻ വെക്കാൻ കഴിയില്ല. ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവും, ആഫിയത്ത് ഉണ്ടാവും. അപ്പൊ മനുഷ്യനെ ഓർക്കുകയില്ല, റബ്ബിനെ പറ്റിയുള്ള ഓർമ്മ വരില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിന് ശരീരത്തിന് പരിപാലിച്ചു, കൈകാലുകളെ തളർന്നു, ഒരാളുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായി. സ്വാഭാവികമായോ എത്ര വലിയ ധിക്കാരിയാണെങ്കിലോ കൈകളും കണ്ടും അല്ലാഹുവിലേക്ക് അവൻ ഉയർത്തും. അതെ, അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവനെ വിട്ട് അവനെ മാറ്റി വെച്ച് നിങ്ങൾക്ക് ദുനിയാവിന്റെ ജീവിതം സാധ്യമേയല്ല. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു സമദ്, നിരാശ്രയന, ഒരുത്തന്റെ ആവശ്യം അല്ലാഹുവില്ല. അതെ, ഇതൊന്നുമില്ലാത്തൊരു കാലം അല്ലാഹുവിന് ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ലാതെ, ആകാശങ്ങളില്ലാതെ, ഭൂമിയില്ലാതെ, സൃഷ്ടികളില്ലാതെ, മലായികത്തില്ലാതെ, ജിന്നുകളില്ലാതെ, ഒരു വസ്തുവുമില്ലാതെ അവൻ മാത്രം ഉണ്ടായിരുന്ന കാലം. പിന്നെ അവൻ ഇതിനെയൊക്കെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അവൻ സമര, നിരാശ്രയനാണ്. പക്ഷെ ഞാനും നിങ്ങളും അങ്ങനെയല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയാവർത്തി പറഞ്ഞത് അനീബൂ ഇലാ റബ്ബിക്കും. അടിമകളെ, നിങ്ങൾ റബ്ബിലേക്ക് നിങ്ങളും മടങ്ങിക്കോളി. നിങ്ങളെ ഈ പോക്ക് ശരിയല്ല. എന്നെ മറന്നിട്ടുള്ള നിങ്ങളെ ഈ കളി ശരിയല്ല. നിനക്കത് പ്രതികൂലമായി ബാധിക്കും. നിനക്ക് താങ്ങാനും സഹിക്കാനും പറ്റാത്ത അവസ്ഥയിൽ പിന്നീട് നിങ്ങളെ കരയേണ്ടി വരും. കണ്ണീരല്ല, ചോരത്തുള്ളികൾ കൊണ്ട് കരയേണ്ടി വരും. പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പല തരത്തിലും നിങ്ങൾ വേദനിക്കാനും നൊമ്പരപ്പെടാനും വഴികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ വരുന്നതിന് മുമ്പ് അനീബൂല റബ്ബിക്കും, റബ്ബിലേക്ക് മടങ്ങിക്കോളി. ഞാൻ നിങ്ങളെ സുഖിപ്പിക്കാം, ഞാൻ നിങ്ങളെ സംരക്ഷണം ഏറ്റെടുക്കാം. നിങ്ങളെ സ്വത്തിനും ജീവനും നിങ്ങളെ വസ്തുക്കൾക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. ഒന്നും നശിപ്പിക്കാതെ, നിങ്ങളെ കരയിപ്പിക്കാതെ, ദുനിയാവിലും ആഖിറത്തിലും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ സുരക്ഷിതത്വം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അനീബൂഹിക്കും. പക്ഷെ എന്റെ അടുത്തേക്ക് മടങ്ങി വരണം. എന്റെ ആളാവണം, അല്ലെങ്കിൽ എന്റെ അടിമയായി ജീവിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അബ്ദുക. മനോഹരമായ ദുആ. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്. ഇബ്നു അബ്ദിക, നിന്റെ ഒരു അടിമയുടെ മകനാണ്. ഇബ്നു അമതിക, നിന്റെ ഒരു അടിയാത്തിയുടെ മോനാണ്. ചുരുക്കി പറഞ്ഞാൽ അടിമത്തം മാത്രമുള്ളവനാണില്ല. അഹങ്കരിക്കാനും ധിക്കരിക്കാനും നെഞ്ഞുവിരിക്കാനും തലമുക്കിപ്പിടിക്കാനും എനിക്ക് ഒന്നും അവകാശപ്പെടാനില്ല. നിന്റെ അടിമയുടെ അടിയാത്തിയുടെ ഒരു മകൻ. നാസിയത്തി ബിയദിക്, എന്റെ പിടുത്തം നിന്റെ കൈവരാണ്. ഞാൻ വിചാരിക്കും പോലല്ല, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുമല്ല. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, ഞാൻ എന്തൊക്കെ എന്റെ ജീവിതത്തിന്റെ ഭാവിയെ പറ്റി തീരുമാനങ്ങളും തർത്തീബുകളും ചെയ്യുന്നു. പക്ഷെ നടക്കുന്നതോ നീ ഒരുത്തന്റെ തീരുമാനം. എന്തൊക്കെ സംവിധാനങ്ങൾ കെട്ടിപ്പടുത്തുയർത്തി ഞാൻ ഭൂമിയെ, കാടിലെ, കടലിലെ, മരുഭൂമിയെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. പക്ഷെ രാഷ്ട്രീയത്തിൽ നിന്റെ കൈമലാണല്ല. നീ വിചാരിക്കുമ്പോൾ അതെല്ലാം പൊട്ടി തകർന്ന് തെരിപ്പണമായി ജീവനോടെയുള്ള മനുഷ്യന്റെ മുമ്പില് ഒന്നുകൂടി നീ ആവർത്തിച്ച് കാണിച്ചു തന്നു. എന്റെ കൈമലാ പിടുത്തം.
അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്ന മുഴുവൻ കാര്യങ്ങളും നിന്റെ വിധി മാത്രമാണ്. എന്റെ വകയായിട്ടൊന്നുമില്ല, ആരുടെയായിട്ടും ഒന്നുമില്ല. പണത്തിന്റെ ഇല്ല, അധികാരത്തിന്റെ ഇല്ല, സംവിധാനങ്ങളുടെ ഇല്ല, വിവര സാങ്കേതിക വസ്തുക്കളുടെ ഒന്നുമില്ല. ഹുക്മു, പരമാധികാരിയായ നിന്റെ തീരുമാനം. മാദുൻ ഫിയ ഹുക്മുക് അദ്ലുൻ ഫിയ ഖദാഉക്. നീ എന്ത് തീരുമാനിച്ചാലും അത് നീതിപൂർണമാണ്. ഞാൻ നിന്നെ കുറ്റം പറയില്ല. അതാണ് അടിമന്റെ മനസ്സ്. ഞാൻ നിന്നെ ആക്ഷേപിക്കൂല. ചിലപ്പോ നീ മലകൾ തകർക്കും, ഉരുൾപൊട്ടി മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പാഞ്ഞു വരും. പിഞ്ചു പൈതങ്ങൾ പോലും ചെടിക്കുഴിയിൽ മുങ്ങി ശ്വാസം മുട്ടി കഴിക്കും. ഒരുപക്ഷെ 10-15 വർഷക്കാലമായി ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് ചോര നീരാക്കിയിട്ടുണ്ടാക്കിയ 2 ബെഡ്റൂം ഉള്ള ചെറിയ ഒരു കുടില് ഒരൊറ്റ സുപ്രഭാതത്തിൽ തകർന്ന് തെരുപ്പുറമായി. അതിന്റെ മുന്നിൽ ആ മനുഷ്യൻ നിസ്സഹായനായി നിൽക്കും. എന്നാലും അത് നിന്റെ നീതിയുടെ തീരുമാനമാണ്. അതിൽ ഞാനൊരു കുറവും കാണുന്നില്ല, ഒരു കുറ്റവും കാണുന്നില്ല. ഭാര്യ മരിച്ചു, മക്കൾ മരിച്ചു, ഉപ്പയുമ്മയും പോയി, ബന്ധുക്കൾ പോയി, കൈകളും പകർത്തി നിസ്സഹായനായി. ഇനി എനിക്ക് ആരുണ്ടെന്ന് പറഞ്ഞ് ഭൂമിയിൽ കരയുന്ന മനുഷ്യരെ നമ്മൾ കാണും. എങ്കിലും നിന്റെ ആ തീരുമാനം നീതിബദ്ധമാണ്. എന്റെ അപ്പുറത്ത് എന്ത് നിനക്കും അറിയാം, നിങ്ങൾക്കും അറിയില്ല, അള്ളാഹുവിനറിയാം. മനുഷ്യൻ വെറും ബലഹീനൻ, അവന്റെ സ്വന്തം കാര്യം പോലും നാളെ എന്തെന്നറിയാത്തവൻ, പൊട്ടൻ, മഠയൻ. പക്ഷെ അവന്റെ വിചാരം ഞാൻ എന്തോ ആടുകയാണ്. ഇല്ല, അനീപൂല ഉറപ്പിക്കും. നിങ്ങളുടെ ഉറപ്പിലേക്ക് മടങ്ങിക്കോളൂ. നിങ്ങൾ അവന്റെ മുമ്പില് നിങ്ങളെ അങ്ങ് അർപ്പിക്കും. നിങ്ങൾ അവന്റെ മുമ്പിൽ വിളയാൻ വിടാവി. എനിക്ക് എന്റെ ഉറപ്പിന്റെ അന്നത്തില്ലാണ്ട് ഒരു സെക്കൻഡ്, ഒരു ചുവട്ടടി മുന്നോട്ട് വെക്കാൻ പറ്റൂല. എന്റെ വിശ്വാസത്തിൽ നീ അവന്റെ സ്വന്തത്തിനെ പറ്റി ഓർത്ത് നീ ആ കുഴപ്പമില്ല എന്ന് തോന്നല്ല, നിങ്ങൾ കഴിയില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒരു ദിവസം എന്റെ അദാബ് നിങ്ങളെ തേടി വരും. നിങ്ങൾ എന്താ പറയാ, ആ ഗവൺമെന്റ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗവൺമെന്റ് മലക്ക് ഭിത്തി കെട്ടിയിട്ടുണ്ട്, ഗവൺമെന്റ് കടലിൽ ഭിത്തികൾ കെട്ടി തടഞ്ഞു വെച്ചിട്ടുണ്ട്, സാറ്റലൈറ്റ് വഴി അങ്ങനെ ഇങ്ങനെ മറ്റൊന്ന് മറിച്ചിട്ട് അതുണ്ട് ഇതുണ്ട്. ദുനിയാവിൽ സംവിധാനങ്ങളെ കൊണ്ട് അധികാരികളെ നിറച്ചിട്ടുണ്ട്. രാജ്യത്ത് ഈ ജീവിക്കുന്ന പൗരന്മാർക്കുള്ള സുരക്ഷിതത്വം അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അടിമകളെ, നിന്നെ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിന്റെ തീരുമാനം വന്നാൽ സഹായിക്കാൻ ഒരു മക്കളും ഉണ്ടാവില്ല. അല്ലാഹു പറയാ, അതുകൊണ്ട് എന്റെ അദാബ് നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പ് എന്റെ ആളായിക്കോളെ. ഇത് നാട്ടിലെ ഏതോ മുഖ്യമന്ത്രി പറയുന്നല്ല, പ്രധാനമന്ത്രിയുടെ വിളംബരമല്ല, പ്രപഞ്ചനാഥന്റെ അടിമകളോടുള്ള വിളംബരമാണ്. എന്റെ ആളാവിൻ, ബാക്കി ഞാൻ നോക്കിക്കോളാം. പക്ഷെ കുറച്ചാളുകൾ അതിന് എതിരി കാണിച്ചു. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരുന്നു, അവര് ധിക്കരിച്ചു. അവർ ധിക്കരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവർക്ക് ശാരീരിക ബലമുണ്ട്, സംവിധാനങ്ങളുണ്ട്, ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ വന്നവരോട് ഇപ്പറഞ്ഞ പോലെ പറഞ്ഞപ്പോൾ എന്ത്, അള്ളാന്റെ ആയിക്കോളെ, അള്ളാന്റെ വിമലായിക്കോളെ, അള്ളാഹ്ക്കെല്ലാം അർപ്പിച്ചോളി, മറക്കണ്ട, വിസ്മയിക്കണ്ട, കുരുത്തക്കേട് കാണിക്കണ്ട എന്ന് പ്രവാചകന്മാർ പറഞ്ഞപ്പോ അവൻ ഇതിലെ കേട്ടോ, ഇതിലെ അങ്ങ് കളഞ്ഞു. അള്ളാഹു നമുക്ക് പറഞ്ഞില്ല, പക്ഷെ ഞാൻ അവരെ പിടിച്ചു. നിങ്ങൾക്ക് ആദിനറിയോ? അള്ളാഹു ഒരിക്കൽ ഖുർആനിൽ സൂറത്തുൽ ഹാഖ അവസാനത്തെ സൂറകളിൽപ്പെട്ട ഒരു സൂറയാണ്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരബാധിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, നരവന്നല്ലോ, താടിയിൽ രോമങ്ങളൊക്കെ വെളുത്തല്ലോ. തങ്ങൾ പറഞ്ഞു, ഖുർആനിന്റെ ചില സൂറത്തുകളാണ് എന്റെ രോമത്തെ നരപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ആ സൂറത്തിന്റെ ഉള്ളിലുള്ള ഗൗരവപ്പെട്ട വാക്കുകൾ എന്നെ വല്ലാണ്ട് ടെൻഷനാക്കി, പെട്ടെന്ന് നിലവന്നു. അത് സൂറയാണ് അൽ ഹാഖ.
അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത് കുറ്റക്കേട് കാണിച്ച ആൾക്കാരുണ്ടായിരുന്നു, വസ്തുക്കളും സംവിധാനമൊക്കെ വെച്ചിട്ട് ഞാൻ താറുമാറാക്കി കളഞ്ഞു അതിനെ. ഒരൊറ്റ ഒരു ശബ്ദം കൊണ്ട് ചെകിടപ്പിക്കുന്ന, സഹിക്കാൻ കഴിയാത്ത അതിശക്തമായ ശബ്ദം ദുനിയാവിന്റെ ഏതോ മൂലയിൽ നിന്ന് വന്നു. സഹിക്കറിയാതെ തലയോട് പൊട്ടിത്തെറിച്ചവർ തകർന്നു. ഖുർആൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കും ഒരു സംവിധാനത്തിനും ആ ശബ്ദത്തെ തടയാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോ നമ്മുടെ രാജ്യത്തിന്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടാവും, എന്ത് ശബ്ദം വന്നാലും തടയാനുള്ള സംവിധാനവും ബഹിരാകാശത്തെ നമ്മൾ വിക്ഷേപിച്ചിട്ടുണ്ട്, അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഇല്ല, ഒരിക്കലുമില്ല. അവന്റേത് വന്നാൽ തടയാനാക്കാൻ പറ്റൂല. നമ്മൾ കണ്ടോണ്ടിരിക്കുക. പിന്നെ വന്ന സാലിഹിന്റെ പിന്നെ ജനത സമൂഹ് ധിക്കാരം കാണിച്ചു. നമ്മൾ പോലെ അള്ളാഹു നിങ്ങളെ കാക്കട്ടെ. കുരുത്തക്കേട് കാണിച്ചു. പ്രവാചകൻ പറഞ്ഞു, ഇതിലെ കേട്ടു, ഇതിലേക്ക് വിട്ടു, ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയില്ല. അള്ളാഹു വലിയ സമ്പത്തിനും സൗകര്യത്തിനും അഹങ്കരിച്ചു, അധികാരത്തിനും സംവിധാനത്തിനും ധിക്കരിച്ചു. ആർക്കും ഒന്നും നമ്മളെ ചെയ്യാൻ പറ്റൂല എന്ന നിലയിൽ നെഞ്ചിൽ പിടിച്ച് ഉടമസ്ഥനെ വെല്ലുവിളിച്ച് ജീവിച്ചു സമൂഹ്. അള്ളാഹു പറയുക, നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു കൊടുങ്കാറ്റുകൊണ്ട്, കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ, ഹുങ്കാരത്തോടെ അടിച്ചു വീശി വന്ന കൊടുങ്കാറ്റിൽ എത്രത്തോളെന്നറിയോ? 7 രാത്രിയും 8 പകലും തടയാൻ സമൂഹത്തിന് പറ്റില്ല. ഇന്ത്യ രാജ്യത്തിനും തടയാൻ പറ്റൂല, കർണാടകത്തിനും തടയാൻ പറ്റൂല. എപ്പോൾ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ അവന്റെ സൈന്യത്തെ തുറന്നു വിട്ടാൽ. അള്ളാഹു കാക്കട്ടെ. തടയാൻ കഴിയില്ല. നിങ്ങൾ ആലോചിക്കുക, സമൂഹം ഖുർആൻ വായിച്ചു നോക്കി, സമൂഹം ആരാണ്, അവരുടെ ഖുവത്ത് എന്താണ്, അവരുടെ ശാരീരിക ബലം, ബുദ്ധി, സംവിധാനം. വലിയ വലിയ കൂറ്റൻ പർവ്വതങ്ങളിൽ കയറി കൈവിരൽ കൊണ്ട് തുരങ്ക മാറ്റി ബിൽഡിങ്ങുകളും തൂവങ്ങളും തൂണുകളും ഉണ്ടാക്കി അതിന്റെ മുകളിൽ താമസിച്ച ശരീരത്തിന് ഭയമുള്ള മല്ലന്മാർ സമൂഹം. പക്ഷെ 7 രാത്രിയും 8 പകലും മാറ്റി വീട്ടിയ കൊടുങ്കാറ്റിനെ തൊടാൻ പറ്റില്ല. തുടർച്ചയായി നിൽക്കാത്ത കാറ്റ്. എവിടെന്നാ വന്നതെന്നറിയില്ല, ഇത് എങ്ങോട്ടാ പോകുന്നതെന്നറിയില്ല. ആളുകൾ പരക്കം ഭയം തുടങ്ങി. ഐനൽ മഫർ, ഐനൽ മഫർ, എവിടെയാന്ന് വിളിക്കുക, എങ്ങോട്ടാണ് കേറുക, എവിടെയാന്ന് പതുങ്ങിയിരിക്കുക. എന്താ സംഭവിച്ചെന്നറിയോ? 8 ദിവസം തുടർച്ചയായി കൊടുങ്കാറ്റ് വീശിയതെന്ന് പോയി കഴിഞ്ഞപ്പോ നോക്കുമ്പോൾ കാണുന്നത് വേരോടെ കടപുഴകി വീണ ഈത്തപ്പന മരങ്ങൾ പോലെ സമൂഹം ഇങ്ങനെ ചത്തും മലച്ചു കിടക്കുന്നു. അള്ളാന്റെ ചോദ്യം നമ്മളോട്, അവരാരെങ്കിലും ദുനിയാവ് നിങ്ങൾ കാണുന്നുണ്ടോ? എവിടെങ്കിലും ജീവനോടെ ഉള്ളതായിട്ട് കാണുന്നുണ്ടോ? നാം അയച്ച നമ്മുടെ കാറ്റിനെ, നമ്മുടെ സൈന്യത്തെ തടഞ്ഞു നിർത്തി രക്ഷപ്പെട്ടതായി അഭിമാനത്തോടെ ആരെങ്കിലും പറയും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്റെ തീരുമാനം വന്നാൽ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് മുമ്പ് അടുത്തോളി, എന്റെ ആളായിക്കൂടി. ഒരുപക്ഷെ എല്ലാവരും ആളാവില്ല. നിങ്ങളെ കൂട്ടത്തിൽ ചിലപ്പോ 1-2 പേരെങ്കിലും എന്റെ ആളായാൽ അവർക്ക് വേണ്ടി ഞാൻ ഈ ദുനിയാവിനെ നിലനിർത്തിയേക്കാമെന്ന് അത്ര ഇഷ്ടമാണ് അള്ളാഹ്ക്ക്. അള്ളാഹുമായി കണക്ഷൻ ഉണ്ടാക്കുന്ന അടിമകളെ. ഫിർഔൻ അറിയോ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നത്? ഫറോവനെ പറ്റി കേട്ടിട്ടുണ്ടോ? മിസ്ർ ഭരിച്ചാൽ അധികാരി വലീദ് എന്ന പേരുള്ള ഫിർഔൻ, മൂസനബിന്റെ കാലഘട്ടക്കാരൻ. ഫിർഔൻ ഓമെന്നു ഓരെന്താ പറഞ്ഞെന്നറിയോ? അന റബ്ബുകുമുൽ അഅല അലൈസ ലീ മുൽകു മിസ്ര വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഫിർഔന്റെ ഡയലോഗ്, മിസ്റിന്റെ അധികാരം എനിക്കാണ്, മിസ്റിൽ ഒഴുകുന്ന നദിയും സമുദ്രവും ഒക്കെ എന്റെ കൈമലാണ്. ഞാൻ വിചാരിക്കും വരെ നടക്കും. ഇന്നത്തെ മനുഷ്യന്മാര് പറയും പോലെ
ഇന്നത്തെ ഭൗതികവാദികൾ പറയും പോലെ സയൻസ് വെച്ചുകൊണ്ടാണ് ദുനിയാവ് മുന്നോട്ട് പോകുന്നത്. ഫിറോൻ എന്ന് പറഞ്ഞതാ അതിന്റെ അപ്പുറത്ത് പല രാജ്യങ്ങളും വന്നു തെറ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ ശക്തമായ പിടുത്തം ഞാൻ പിടിച്ചോളൂ. ഫിറോനും പട്ടാളക്കാരും വന്നു, സമുദ്രം വഴിമാറി നിൽക്കുന്നുണ്ട്, മുസ്ലിമിക്കും കൗമിനും പോവാൻ. ഫിറോൻ നടന്നിട്ട് കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട്, ഇത് എന്റെ അധികാരത്തിലുള്ളതാണ്, ഞാൻ വന്നപ്പോ വഴിമാറിയത് കണ്ടോ. ജിബ്രീൽ അലൈഹിസ്സലാം അവന്റെ കുതിരയെ തെളിച്ചു. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു മുന്നോട്ട്, അത് മുമ്പോട്ട് പോയി, പട്ടാളക്കാരും ബാക്കിലും. കാരണം എന്താ, മുമ്പിൽ നിൽക്കുന്നത് അപ്പായിട്ട് ഇവര് മനസ്സിലാക്കിയിരിക്കുന്നത്, ഓ നമ്മളെ കാത്തോളൂ, ഓ നമ്മളെ സംരക്ഷിച്ചോളൂ, ഗവൺമെന്റ് ഈ കുന്നിന്റെ മുമ്പിൽ കെട്ടിവെച്ച ഭിത്തികൾ ആ മണ്ണിനെ തടഞ്ഞോളൂ. കടൽ ഭിത്തിയായി ഗവൺമെന്റ് കൊണ്ടിട്ട പാറക്കല്ല് കടലിനെ അവിടെ തന്നെ നിർത്തിക്കോളൂ. അള്ളാഹു പർവ്വതത്തെ ആണിയാക്കി നിർമ്മിപ്പിച്ച ഈ ഭൂമി അധികാരികളും അതേപോലെ തന്നെ ഗവൺമെന്റും എന്തൊക്കെയോ ചെയ്ത് കുലുങ്ങാണ്ടാക്കിയിട്ടുണ്ട്, ഭൂമി അങ്ങനെ തന്നെ നിന്നോളൂ. ആ മടയന്മാർ അങ്ങനെ വിചാരിച്ചത്. പക്ഷെ സമുദ്രത്തിന്റെ മധ്യത്തിലെത്തി അള്ളാഹു കൽപ്പിച്ചു, ആരോട്? അവന്റെ ബഹ്റിനോട്. ഇങ്ങനെ അള്ളാഹ് കൽപ്പിച്ചു അവന്റെ ബഹ്റിനോട് അവനങ്ങ് മുക്കിക്കളയാൻ. തിരമാലകൾ രണ്ടു ഭാഗത്തു നിന്ന് വന്നു, അതിന്റെ അടിയിൽ ഞാൻ റബ്ബാന്ന് പറഞ്ഞു, കീടത്തിനെ പോലെ ശ്വാസം മുട്ടിയിട്ട് അങ്ങ് ചത്തു. എന്നെയും നിങ്ങളെയും അല്ലാഹു കാക്കട്ടെ. അനീബു, മിമ്പർമ നിൽക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളെ. അവന്റെ കൽപ്പനകൾ അനുസരിച്ച് വിനയാന്വിതരായി വിധേയരായി അടിമകളായി ജീവിച്ചോളെ. കുറച്ചു കാലം കഴിഞ്ഞപ്പോ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. അന്ന് കച്ചവടക്കാരാ കൂടുതൽ. ശുഐബ് നബിയുടെ കാലത്ത് കൂടുതലും കച്ചവടക്കാരാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് തൗഹീദ്, അതാണ് എല്ലാത്തിന്റെയും അസ്ൽ. തൗഹീദ് വിട്ട് കളിച്ചാൽ കഴിയില്ല. ആരും നിങ്ങൾ ആരെയും ഏൽപ്പിക്കാൻ പോണ അല്ലാഹു മാത്രം. അതേപോലെ നിങ്ങൾ കച്ചവടക്കാരാണ്, നിങ്ങൾ ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്, ചതിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. സൂക്ഷ്മത പാലിച്ചോളി, അള്ളാഹുവിനെ സൂക്ഷിച്ചോളി, കുരുത്തക്കേട് കാണിക്കല്ല, ചതിക്കല്ല, വഞ്ചിക്കല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതരായ അടിമകളായിക്കോളി. പക്ഷെ കേട്ടില്ല, വില വിട്ടു. അവർ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിയാക്കി, പരിഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി ലാ യജ്രിമന്നകും ശിഖാഖി അൻ യുസീബകും മിസ്ലു മാ അസാബ ഖൗമ നൂഹ് ഔ ഖൗമ ഹൂദ് ഔ ഖൗമ സാലിഹ്. ഇത് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാറുണ്ട്, എന്റെ നഫ്സിനോടെന്ന പോലെ. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ജനങ്ങളെ, എന്നോടുള്ള നിങ്ങളുടെ ദേഷ്യം അഥവാ ദീനിനോട്, ദീനിന്റെ നിയമങ്ങളോടുള്ള നിങ്ങളുടെ ഇഷ്ടമില്ലായ്മ, അള്ളാഹുവിനോടുള്ള നിങ്ങളുടെ ഈ അനുസരണയില്ലായ്മ, നിങ്ങളുടെ ഈ കിബർ, നിങ്ങളുടെ ഈ അഹങ്കാരം ഞാൻ പേടിക്കുന്നു. നിങ്ങൾക്ക് മുമ്പ് നൂഹിന്റെ ജനതക്കും ഹൂദിന്റെ ജനത ആദിനും സാലിഹിന്റെ ജനത സമൂദിനും വന്നതുപോലെ നിങ്ങൾക്കും വന്നേക്കുമെന്ന് എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോളെ. താക്കീത് ഖുർആനിലുണ്ട്, ആ താക്കീത്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ താക്കീത് കേൾക്കാൻ തയ്യാറായില്ല. അതൊരു പിടുത്തം വരും. ഒന്ന് രണ്ട് ദിവസം വല്ലാതെ പേടി വർത്താനം അതിലുണ്ടാവും. മൂന്നാം ദിവസം നമ്മൾ പഴയ പോലെ തന്നെ പോകലായി. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. ഇസ്തിഗ്ഫാർ ചെയ്തോളി, ഖേദിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളി, അല്ലാണ്ട് നിങ്ങൾക്ക് രക്ഷയില്ല. അള്ളാഹുവിന്റെ തീരുമാനത്തെയും പിടുത്തത്തെയും പറ്റി ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസംഗിച്ചു. പക്ഷെ ധിക്കാരികളായ ആളുകൾ, എത്ര പറഞ്ഞാലും മനസ്സിൽ കയറാത്ത ആളുകൾ, ഭൗതികവാദികൾ, വസ്തുക്കളിൽ വിശ്വസിക്കുന്നവർ, എന്നിട്ട് ആ വസ്തുക്കളുടെ ഉടമസ്ഥനെ വെല്ലുവിളിക്കുന്നവർ, അവർ പറഞ്ഞു, നീ നമ്മുടെ നാട്ടിലെ വലിയൊരു തറവാട്ടിൽപ്പെട്ട ആളായതുകൊണ്ട്, നിന്റെ കുടുംബത്തിന്റെ മഹിമ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ നിന്നൊന്നും ചെയ്യുന്നില്ല, ഇല്ലെങ്കിൽ കല്ലെറിഞ്ഞ് നിന്നെ ഓടിക്കുമായിരുന്നു. ഇന്നത്തെ ഭൗതികവാദികൾ പറയും പോലെ നിങ്ങൾ ഉണ്ടാകുന്നോടി ആവശ്യമില്ലാത്ത വർത്തമാനമല്ല. വളർന്നു വരുന്ന പുതുതലമുറയോട് നിങ്ങളിങ്ങനെ 6-ാം നൂറ്റാണ്ടിന്റെ കഥകൾ പറഞ്ഞിട്ട് അവരെ നിങ്ങളെ മരവിപ്പിക്കണ്ട എന്ന് പുതിയ ആൾക്കാർ പറയും പോലെ, ആ 6-ാം നൂറ്റാണ്ടിന്റെ കഥകൾ പറഞ്ഞ് ചിന്തിക്കുന്ന വളരുന്ന മസ്തിഷ്കമുള്ള ചെറുപ്പക്കാരെ നിങ്ങളൊന്ന് തളർത്തല്ല,
സയൻസ് പഠിപ്പിക്കുന്നവരെ ഭൗതികം പഠിപ്പിക്കും എന്നീ പുതിയ ആളുകൾ പറയും പോലെ ശുഐബ് നബിയുടെ ഖൗം പറഞ്ഞു. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹ്, നിങ്ങൾ എന്റെ കുടുംബത്തെയാണോ അള്ളാഹുവിനേക്കാളും വലുതായി കാണുന്നത്? നിങ്ങൾ എന്റെ തറവാടിനെ അള്ളാഹിനേക്കാൾ, ഞാൻ നിങ്ങളോട് പറയുന്ന അള്ളാഹിനെ സംബന്ധിച്ച ആ സമയത്ത് അതിന്റെ അപ്പുറത്തെ നിങ്ങൾ സയൻസിനെ കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഖുർആനെ സംബന്ധിച്ച അഥവാ ഇതിന്റെ അപ്പുറത്തെ നിങ്ങൾ സയൻസിന്റെ വിദ്യാഭ്യാസം കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി, ആ സമയത്ത് നിങ്ങൾ ദുനിയാവിന്റെ വിദ്യാഭ്യാസം പറഞ്ഞ് തലമുറക്ക് പുതിയ പരിഗണിക്കാൻ പറയുന്നത്. ഷുഐബിന്റെ ചോദ്യം, അറഹ്തി അഅസ്സു അലൈക്കും മിനല്ലാഹ് വദഖൽതുമൂഹു വറാഅകും ദഹരിയ, എന്നിട്ട് റബ്ബിനെ നിങ്ങൾ പുറകോട്ട് മാറ്റിക്കളയുക. ഷുഐബിന്റെ വേദനയോടെയുള്ള ചോദ്യം. സയൻസ് പഠിക്കണം, വിദ്യാഭ്യാസം ഉണ്ടാവണം, അതിലാ ഉമ്മത്തിന്റെ നിലനിൽപ്പ്, അതിലാണ് സമൂഹത്തിന്റെ നിലനിൽപ്പ്. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അള്ളാഹുവിനെ പുറകോട്ട് മാറ്റി വെച്ചിട്ട് മുമ്പിൽ അള്ളാഹുവിനെ വെക്കി അസ്ബാബായിട്ട് മാത്രം സയൻസിനെ കാണി, എന്നാലേ രക്ഷപ്പെടുള്ളൂ. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന റബ്ബി ബിമാ തഅമലൂന മുഹീത, നിങ്ങൾ ചെയ്യുന്ന കാര്യം റബ്ബ് കൃത്യമായിട്ട് അറിയുന്നുണ്ട്, അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവര് കൂട്ടാക്കാൻ തയ്യാറായില്ല. അള്ളാഹുവിന്റെ തീരുമാനം വന്നു. ഫലമ്മാ ജാഅ അംറുനാ നജ്ജയ്നാ ശുഐബൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ, തീരുമാനം വന്നപ്പോൾ മുഅ്മിനുകളായ ശുഐബിനെയും ആളുകളെയും നാം രക്ഷപ്പെടുത്തി. വഅഖറത്തിൽ ലദീന ളലമുസ് സൈഹ, അതേസമയം ധിക്കാരം കാണിച്ചവരെ ഒരു വലിയ ശബ്ദം വന്ന് പിടികൂടി. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, അവർ അവരുടെ കൊട്ടാരങ്ങളിൽ തലയും കുത്തി കവിഴ്ന്ന് വീണ് അങ്ങനെ തന്നെ മരിച്ചു. പക്ഷെ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, അവരെ നാം എങ്ങനെയാ നശിപ്പിച്ചെന്നറിയോ? കഅല്ലം യഗ്നൗ ഫീഹാ, അങ്ങനെ ചില ആളുകൾ അവിടെ താമസമേ ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ. ചൂരൽമലയിൽ സംഭവിച്ച പോലെ. ഈ ആയത്തോതിയപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ചിത്രം വയനാടിന്റെ ചിത്രമാണ്. ഇന്ന് നമ്മൾ അവിടെ പോയിട്ട് നോക്കിയാൽ നമ്മൾ പറയും, ഇവിടെയാ 200 വീടുണ്ട് എന്ന് പറഞ്ഞ്, ഇവിടെയാ തൈലന്റെ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞ്, ഇവിടെ അമ്പലവും പള്ളിയും ചർച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അവരവിടെ താമസേ ഉണ്ടായില്ല. അത്തരത്തിൽ ഭൂമിയെ നാം തരിശാക്കി കളഞ്ഞു. നിങ്ങൾ ആരോടെ കളിക്കുന്നത്? നിങ്ങൾ ആരെയായി വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ ആര് പറഞ്ഞ് കേൾക്കണ്ട ഈ ഓടിപ്പോകുന്നത്? ഞാൻ നിങ്ങളെ എങ്ങനെ ആക്കുന്നറിയോ? വരും തലമുറക്ക് ഇങ്ങനത്തെ ഒരാൾക്കാർ ഇവിടെ ജീവിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഒന്നുമല്ലാതെ നാം നിങ്ങളെ മൂടിക്കളയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നോടിയാണ് ഫഫിറു ഇലല്ലാഹ്. ഫറ യഫിറു എന്താ അർത്ഥം അറിയോ? വെറും ഓട്ടമല്ല. ഈ ഓടലിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത വാക്കുകൾ പറയുന്നുണ്ട്. അതിലൊരു വാക്കാണ് ഫഫിറു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ട മനുഷ്യൻ അവന്റെ ജീവനിൽ പേടിച്ചെങ്ങനെ ഓടുമോ, നിങ്ങൾ അങ്ങനെ ഓടണം അള്ളാഹുവിലേക്ക്. നിങ്ങൾ അള്ളാഹുവിലേക്ക് അങ്ങനെ ഓടണം. ഇബ്നു ജരീർ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, അഥവാ അഹ്രിബു, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിക്കോളൂ. അയ്യുഹന്നാസ്, ജനങ്ങളെ, മിൻ ഇഖാബില്ലാഹി ഇലാ റഹ്മതിഹി, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അവന്റെ റഹ്മത്തിലേക്ക്. വദാലിക ബിൽ ഈമാനി ബിഹി, എങ്ങനെയാ ഓട്ടത്തിന്റെ തുടക്കം? ഒന്ന് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട്, ശിർക്ക് ഒഴിവാക്കി, അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ ഒഴിവാക്കി, കെട്ടിയ ചരടും മുറുക്കും മൂലിക്കളയും, വീട്ടിൽ വെച്ച കുപ്പിയും തകിടും ഏലസും എടുത്തു കളയും. അതൊന്നും നിങ്ങൾക്ക് ഉപകാരം ചെയ്യൂല, നിങ്ങൾക്കുള്ള ഒരു ഉപദ്രവവും തടയൂല. വയനാട് ചുരം കയറിയ മനുഷ്യൻ ചുരത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ജാറത്ത് കയറി. ആ ജാറം പൊതിഞ്ഞു വെച്ച പട്ടിന്റെ ഒരു ഭാഗം പറിച്ചു, എന്നിട്ട് അവന്റെ സ്റ്റിയറിംഗിൽ കെട്ടി. എന്തിനാണെന്നറിയോ? ആ പട്ടിന്റെ തുണി അവനെയും അവന്റെ വാഹനത്തെയും കാക്കാൻ. ഒരാളെ കൊച്ചാക്കിന്നറിയോ? ഉടമസ്ഥനായ റബ്ബിനെ അവന്റെ പിറകിലേക്ക് തള്ളി മാറ്റി. എന്നാലും നോക്കിക്കോളും, ഈ മരിച്ച മയ്യത്തിന്റെ ഖബറ് പുതിന്ന പട്ട് നോക്കിക്കോളും. ആരെയാ വിട്ടത്? അവനെ സൃഷ്ടിച്ച റബ്ബിനെ. അവനെ വാഹനം കൊണ്ടുപോയി. അള്ളാഹുവിന്റെ തീരുമാനം വന്നു. സബഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞ പോലെ, സബഹ് രാജ്യത്തിന് ഞാൻ എല്ലാം കൊടുത്തു,
എല്ലാം കൊടുത്തു, വാരി കോരി കൊടുത്തു. പക്ഷേ നന്ദി കാണിച്ചില്ല. എന്നെയും വിട്ട് എന്നെ അടിയനോട് തേടാൻ പോയിരിക്കുന്നു. ഇതെല്ലാം കൊടുത്ത് എന്നെ വിട്ടിട്ട് തങ്ങളെടുത്ത് തങ്ങളെ കാണാൻ വേണ്ടി പോയിരിക്കുന്നു. ആ ഡാം ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. അള്ള പറഞ്ഞ വാക്കത് ഇപ്പൊ നമ്മൾ ചർച്ച കേൾക്കുന്നുണ്ട്, മുല്ലപ്പെരിയാറും അതും ഇതൊക്കെ. ആ ഡാമുണ്ട്, ശിവഗിരോഗോത്രം കെട്ടിവെച്ച ഡാം, അത് ഞാൻ പൊട്ടിച്ചു കളഞ്ഞു. സൈലൽ അലിം, മലവെള്ളപ്പാച്ചിൽ വന്ന് അവരങ്ങ് തുടച്ച് നീക്കി. ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹു ഖുർആൻ എന്ന് പറഞ്ഞ് നമുക്ക് തിരിഞ്ഞിട്ട ഇതെങ്ങനെയാ മലവെള്ളപ്പാച്ചിൽ വരിക? ഇതെങ്ങനെയാ തുടച്ച് നീക്കുക? ഇതെങ്ങനെയാ മനുഷ്യൻ കമ്പിയും സിമന്റും കൊണ്ട് ഭൂമിക്കുള്ളിലേക്ക് കാറ്റിവെച്ച ഈ ബിൽഡിംഗ് എങ്ങനെയാ പോവുക? പക്ഷെ അള്ളാന്റെ പട്ടാളം വന്നു, ഒരു പൊടി കാണാണ്ട് അതിനെയും കൂട്ടി പോയി. നമുക്ക് സങ്കടം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും അവരുടെ അവസ്ഥ ഓർത്തിട്ട്. പക്ഷെ നമ്മൾ അതിന്റെ മുകളിൽ ചിന്തിക്കേണ്ടത് എന്റെ റബ്ബിന്റെ തീരുമാനത്തെ സംബന്ധിച്ചാണ്. അതിലൊന്ന് അവന്റെ വഹ്ദാനിയത്ത് അംഗീകരിച്ച് അവനിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട്. രണ്ട്, അവന്റെ കൽപ്പനകളെ ഫോളോ ചെയ്യും. 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് നിസ്കരിക്കണം. ആ സമയത്ത് പിഴി തോന്നിയിരുന്നാൽ അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്തോളണം. ചിലപ്പോ അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കണം. നിങ്ങൾ അള്ളാഹുവിലേക്ക് അങ്ങനെ ഓടി. അവൻ എന്തൊക്കെയാണോ നിങ്ങളോട് കൽപ്പിച്ചത് അതൊക്കെ ചെയ്തോളിൻ. അങ്ങനെ അള്ളാഹുവിന്റെ ആളാവിൻ. ഏതിനു മുമ്പ്? അദാബ് വരുന്നതിന് മുമ്പ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇസ്തജീബു ലിറബ്ബിക്കും. ഇതാ അല്ലാഹു നിങ്ങളെ വിളിക്കുകയാണ്. ഫഫിറു ഇലല്ലാഹ് അനീബു ഇലാ റബ്ബിക്കും വസ്തഗ്ഫിറു. പല വാക്കും അല്ലാഹു പറഞ്ഞു. ഇസ്തജീബു, അടിമകളെ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്ക്, മറക്കല്ല. എന്നെ വിട്ടിട്ട് നിങ്ങൾ അങ്ങോട്ടോ പോവല്ല. ഇസ്തജീബു ലിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ആ വിളിക്ക് നിങ്ങൾ ഉത്തരം കൊടുക്ക്. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ലാ മറദ്ദ ലഹു, അതിനെ തടയാൻ ആർക്കും സാധ്യമല്ല. മാ ലക്കും മിൻ മൽജഇൻ യൗമഇദിൻ, അന്ന് നിങ്ങൾക്ക് വേറെ ഒരു അഭയവും കിട്ടൂല. വമാ ലക്കും മിൻ നകീർ, നിങ്ങൾ കാണിച്ച കുരുത്തക്കേട് നിങ്ങൾക്ക് തള്ളി പറയാനും സാധ്യമല്ല. ആ ദിവസം വരുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും വരും, തടയാൻ ആർക്കും സാധ്യമല്ല. മാത്രമല്ല അന്ന് അള്ളാഹുവിലേക്കുള്ള ഒരു പോക്കല്ലാതെ വേറൊരു അഭയസ്ഥാനം നിങ്ങൾക്ക് കിട്ടൂല. മാത്രമല്ല വമാലക്കും മിൻ നകീർ, നിങ്ങൾ ചെയ്തു കൂട്ടിയ കുരുത്തക്കേടുകൾ നിങ്ങൾക്ക് നിഷേധിക്കാനും സാധിക്കൂല. അതിന് മുമ്പ് ഫഫിറു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ദിവസം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. നല്ലവരുണ്ടാവും, കുരുത്തക്കേട് കാണിച്ചവരുണ്ടാവും. വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചാലും ഉണ്ടാവും, ജീവിച്ചാലും ഉണ്ടാവും. ഉരുൾപൊട്ടി വന്നപ്പം രക്ഷപ്പെട്ടു എന്നുണ്ടാവും, രക്ഷപ്പെടാണ്ട് ചെടിയിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ച ആൾക്കാരുണ്ടാവും. കുഞ്ഞുങ്ങളുണ്ടാവും, ആണുണ്ടാവും, പെണ്ണുണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും. സർവ്വ മനുഷ്യരും അല്ലാഹുവിന്റെ മുമ്പിൽ ഉണ്ടാവും. മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു, അന്ന് നിന്റെ റബ്ബ് നിന്നോട് നേർക്ക് നേരെ സംസാരിക്കും. ഇന്നെങ്ങനെ സംസാരിക്കുന്നത്? ഖുർആനിലൂടെ. ഇന്നെങ്ങനെ റബ്ബ് പറയുന്നത്? ഖുർആനിലൂടെ. ഖതീബ് ഓതും, അത് പറയും, ഉസ്താദ് പ്രസംഗിക്കും, വിവരിക്കും, നിങ്ങളത് വായിക്കും, നിങ്ങളത് പഠിക്കും. അങ്ങനെ ഖുർആനിലൂടെ ഇന്ന് റബ്ബ് സംസാരിക്കുന്നത്. പക്ഷെ ഒരു ദിവസമുണ്ട്, അന്ന് എന്റെ മുമ്പിൽ വരും, സയുകല്ലിമുഹു റബ്ബുഹു, അവൻ എന്റെ റബ്ബിനോട് നേർക്ക് നേരെ വർത്താനം പറയും. വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, റബ്ബിന്റെയും അടിമയുടെയും ഇടയിൽ പരിഭാഷപ്പെടുത്തി കൊടുക്കാനുള്ള ആള് വേറെ ഉണ്ടാവില്ല. ഇന്ന് ഇമാമുണ്ട്, ഖത്തീബുണ്ട്, ഖുർആൻ ഓതിട്ട് അർത്ഥം പറഞ്ഞുതരാൻ, അതിന്റെ ആവശ്യമില്ല. തർജുമാനില്ല, നേർക്ക് നേരെ. ചോദ്യം ചോദിക്കുമെന്ന് ഇവന് പേടിയാവും, സംസാരം തുടങ്ങുമെന്ന് ഇവന് പേടിയാവും. ഫയൻദുറു അയ്മന മിൻ, ഈ അടിമ അവന്റെ വലതുഭാഗത്തേക്കൊന്ന് നോക്കും. എന്തിനറിയോ? ഈ ചോദിക്കുന്ന റബ്ബ് ആവശ്യപ്പെടുമ്പോ കൊടുക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്കാൻ. നോക്കുമ്പോ ഇല്ല, എപ്പോഴോ നിസ്കരിച്ച കുറച്ച് നിസ്കാരങ്ങളുണ്ട്, എപ്പോഴോ ഒരു ഖുതുബയോ പ്രസംഗമൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന ആ ഓർമ്മയുണ്ട്, അല്ലാണ്ട് ഇവിടെ അധികമൊന്നും കാണുന്നില്ല. എപ്പോഴോ ഒരിക്കൽ സുബ്ഹാനല്ലാഹ് പറഞ്ഞ അത് അവിടെ ഉണ്ട്. അതിന് വേണ്ടി ചെയ്ത് കൂട്ടിക്കൂട്ടിട്ട് കൊണ്ടുവന്നൊന്നും കാണാനില്ല. ഫയൻദുറു അശ്മഅമൻ, അവൻ ഇടതുഭാഗത്തേക്ക് നോക്കും, ഇവിടെ എന്തായാലും ഇല്ല, ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, നോക്കുമ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കുരുത്തക്കേടുകൾ, അനുസരണക്കേടുകൾ, പാഴാക്കിയ സമയങ്ങൾ.
പാഴാക്കിയ സമയങ്ങൾ. ഖുർആൻ ഒരു ജുസ് ഓതാൻ അരമണിക്കൂർ 3/4 മതി, കളഞ്ഞുപോയി. അതാടുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി രാവിലെ 100 പ്രാവശ്യം പറയാൻ 10 മിനിറ്റ് മതി, ചെയ്തില്ല. അതെടുത്ത ഭാഗത്തുണ്ട്. കുന്നുകണക്ക് കൂട്ടിക്കിടക്കുന്ന തിന്മകൾ. അല്ലെങ്കിൽ വലത്തുമില്ല ഇടത്തുമില്ല, ഫുൾ കാലി. പിന്നെ ദുനിയാവിൽ കുറെ കാലം ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിച്ചോ, അത്ര തന്നെ. അവിടെയില്ല ഇവിടെയില്ല. ഫയൻദുറു ബൈന യദൈ, അവൻ മുന്നോട്ട് നോക്കും നിസ്സഹായനായി. ഇവിടെ ബാങ്ക് ബാലൻസ് തീർന്നു, വീട്ടിൽ ഭക്ഷണമില്ല, ചങ്ങായിക്ക് ഒരു മെസ്സേജ് ഒരു 5000 രൂപ അയച്ചു തരുമോ, അയച്ചു തരുന്നു, സംഭവം കഴിഞ്ഞു. അല്ലെങ്കിൽ നാളെ കിട്ടും, മറ്റൊന്ന് കിട്ടും, ഒരു പ്രതീക്ഷയുണ്ട്. അവിടെ അവൻ നിസ്സഹായൻ, ഒന്നുമില്ല. ഫയൻദുറു ബൈന യദൈ, മുന്നോട്ട് നോക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യറാ ഇല്ല النار تلقاء وجهه, അവന്റെ മുമ്പിൽ നരകമല്ലാതെ വേറൊന്നും അവന് കാണാനില്ല. ഒന്നും ചെയ്തില്ല. കേട്ടിനു പറഞ്ഞു തന്നിട്ടുണ്ട്, പക്ഷേ ഒന്നും ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് അവന്റെ മുമ്പിൽ നരകമല്ലാതെ വേറൊന്നും കാണില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളെ. വലൗ ബിശിഖ്ഖി തംറ, അതൊരു ഈത്തപ്പഴത്തിന്റെ കഷണം അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തിട്ടാണെങ്കിലും ശരി, അവിടെ പോവാൻ നിൽക്കണ്ട, ശ്രദ്ധിച്ചോളെ. എന്റെ പ്രിയപ്പെട്ടവരെ, മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ആവർത്തിച്ച് ഇതേപോലെ ഓരോന്ന് കാണിക്കുന്നത് ഉണർത്താനാണ്. എണീച്ചോളെ. മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ നിങ്ങൾക്ക് പാഠമാവട്ടെ. വയനാടിലുള്ള ചൂരൽമലയിലെ ആളുകളുടെ ആ ദയനീയമായ അവസ്ഥ മടിക്കേരിയിലുള്ള മുസ്ലിമീങ്ങൾക്ക് പാഠമാവട്ടെ. മൗഇദ, ഉപദേശമാവട്ടെ. എല്ലാം നഷ്ടപ്പെട്ടവർ, വീടുമില്ല, കൂടുമില്ല, ബന്ധുക്കളില്ല, ഒന്നുമില്ല, കച്ചവട സ്ഥാപനമില്ല, അതുമില്ല, ഇതുമില്ല, ഒന്നുമില്ല. ഇന്നലെ വരെ തേയിലയും കാപ്പിയും ഏലവും അതും ഇതും വിറ്റ് ലക്ഷങ്ങള് ബാങ്കിലും അലമാരയിലും പൂട്ടിയിട്ടവർ മനുഷ്യന്മാർ, നമ്മളെ പോലത്തെ മനുഷ്യന്മാർ. രാവിലെയും വൈകുന്നേരവും രാത്രിയും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞും ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചും സുഖിച്ചും രസിച്ചും ചിരിച്ചും നടന്നുകൊണ്ടിരുന്നവർ, നാളത്തേക്കുള്ള പല പ്ലാനുകളും തയ്യാറാക്കി രാത്രിയിൽ ഉറങ്ങാൻ കിടന്നവർ, ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ല. ആരോ കൊണ്ടുതരുന്നൊരു പാക്ക് ബിസ്ക്കറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ, ആരോ കൊണ്ടുവരുന്ന 1 കിലോ അരിക്ക് വേണ്ടി യാചിക്കുന്ന മനുഷ്യൻ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതായപ്പോൾ അലമുറയിടുന്ന മനുഷ്യൻ, ജാഥ വിളിക്കുന്ന മനുഷ്യൻ, ക്യൂ നിന്നിട്ട് ഒരു പ്ലേറ്റിൽ ചോറും അതേ ചോറിന്റെ മുകളിൽ കുറച്ച് കറിയും വാങ്ങി ക്യാമ്പിന്റെ ഏതോ മൂലക്ക് പോയിട്ടിരുന്ന് ആരും കാണാണ്ട് ആർത്തിയോടെ തിന്നുന്ന മനുഷ്യൻ, ഇന്നലെ വീട്ടിന്റെ ഉമ്മറത്തിരുന്നവൻ. കളി അള്ളാഹുവിനോട് കളിക്കരുത്, അള്ളാഹുവിനെ മറക്കരുത്. വെല്ലുവിളികളാവാം, പക്ഷെ അള്ളാഹിനോടാവരുത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാക്കട്ടെ. അവൻ തന്നിരിക്കുന്ന സുഖ സൗകര്യങ്ങള് തിരിച്ചെടുക്കാതെ മരിക്കുന്നവരെ അവന്റെ നല്ല അടിമയായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫയാ അയ്യുഹൻ നാസ് ഊസീകും വഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ നാളെ രാവിലെ ഉണ്ടാവുന്നുള്ള ഉറപ്പൊന്നും ഒരാൾക്കുമില്ല. അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ഐനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും, ഐനമാ തകൂനു, നിങ്ങൾ എങ്ങോട്ട് പോയാലും, യുദ്രിക്കുമുൽ മൗത്ത്, മൗത്ത് നിങ്ങളെ പിടികൂടും. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങള് കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കോട്ടയുടെ ഉള്ളിൽ പോയി ഒളിച്ചാലും മലക്കുൽ മൗത്ത് വരും, നിങ്ങളെ കൊണ്ട് പോകും. ഒരു സംശയവും വേണ്ട. മിൻഹാ ഖലഖനാകും, ഇവിടെ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, അങ്ങോട്ട് തന്നെ ഞാൻ നിങ്ങളെ മടക്കും. പിന്നെ അവിടെ നിന്നും തന്നെ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, നിങ്ങളെ രണ്ടാമത് എന്റെ കോടതിയിലേക്ക് ഞാൻ കൊണ്ടുവരും. മരണം ഉറപ്പാണ്, ആരും രക്ഷപ്പെടില്ല. ഒരു ദിവസം ചിലപ്പോൾ യാത്ര പോലും പറയാൻ പറ്റൂല. നല്ല ഒരു വർത്താനം ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ മക്കളോടോ പറഞ്ഞിട്ട് പോവാന്ന് വെച്ചാൽ ചിലപ്പോൾ അതിന്റെ അവസരമൊന്നും ഉണ്ടാവില്ല, കിടപ്പിലങ്ങ് പോകും.
2 ദിവസം മുമ്പ് മയ്യത്തിന് നേർക്ക് നേരെ കണ്ടതിന്റെ പേരിൽ പറയാ. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, കുപ്പായി ഊരി കൊടുക്കണ്ടേ? ഓൻ രാവിലെ ഇട്ട കുപ്പായാണ്, ഇവനിപ്പൊ കട്ടിലിൽ കിടക്കാണ്, അനക്കമില്ല. ഇപ്പൊ മക്കളോട് വന്ന ആൾക്കാർ ചോദിക്കും, അല്ല കുപ്പായി ഊരി കൊടുക്കണ്ടേ? എങ്ങനെ ഇപ്പൊ ഊരിയ? കത്രിക കൊണ്ട് മുറിച്ചാൽ മതി. 2 ആൾക്കാർ വന്നു, കത്രിക കൊണ്ടുവന്നു. അയാളുടെ ദേഹത്ത് നിന്ന് കുപ്പായം, 5000 റുപ്യന്റെ കുപ്പായം കത്രിക കൊണ്ട് മുറിച്ചിട്ട് മാറ്റി. പാന്റ് അതും മുറിച്ച് മാറ്റി, എല്ലാം മാറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു തുണി എടുത്തിട്ട് മൂടിക്കോ, ഖലാസ്. ആ തുണി കൊണ്ട് മയ്യത്തിനെ മൂടിയിട്ടു. ഇതൊന്നും നമുക്ക് പാഠമാവുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, എപ്പോഴാ പിന്നെ നമ്മൾ പഠിക്കുക? മൂടിയിട്ടു. അപ്പൊ ആരോ പറഞ്ഞു കണ്ണടച്ചിട്ടാ. നേരത്തെ ഓൻ തുറന്ന കണ്ണാണ്, മുന്നടക്കാൻ കഴിയുന്നില്ല. ആരോ വന്നിട്ട് കൈകൊണ്ട് കണ്ണും നടച്ചു കൊടുത്തു, കണ്ണടഞ്ഞു. വായു മൂട്ടിയിട്ട, കൂടുന്നില്ല, കുറെ സമയമായി പോയി. ആരോ വന്നിട്ട് തുണി എടുത്തിട്ട് കെട്ടിയിട്ടു, വായു മൂടാൻ. കാലും കയ്യും നേരെ വെച്ചു, അവിടെയും കെട്ടിയിട്ടു, അനക്കമില്ല. കുറെ നേരമായി കിടക്കുന്നു. ഇന്നലെ ഹാജിക്ക, ഇന്നലെ മുതലാളി, ഇന്നലെ സാറ്, ഇന്നലെ ഗവർണർ, മന്ത്രി, തങ്ങള്, ഉസ്താദ്, ഖത്തീബ്, മുതലാളി. ഇന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ആരോ ചോദിക്കാണ്, അല്ല മയ്യത്തിന് എടുക്കണ്ടേ? അവന്റെ പേരെല്ലാം പോയി, പേരെല്ലാം കഴിഞ്ഞു. ആ സമയം തൊട്ടോ മയ്യത്തായി. മയ്യത്തിന് എടുക്കണ്ടേ? അത് എടുക്കണം, എടുക്കണം, ഇല്ലെങ്കിൽ നാറ്റം വരും. ഹായ് ഹായ് ഹായ്. കുളിച്ച് സോപ്പിട്ട് അത്ര പൂശി സ്പ്രേ അടിച്ച് നടന്നയാളാ. നാറോന്നൊരു പേടി, മക്കൾക്ക് പേടി. പെട്ടെന്ന് കുളിപ്പിക്കാനെടുത്തു, മലർത്തി കിടത്തി. അറിയുന്ന ആരോ വന്നു, വെള്ളമൊഴിച്ച്, ചൂടുവെള്ളമൊഴിച്ച് അവനെ കുളിപ്പിച്ചു. കറുപ്പൂരിട്ട് കുളിപ്പിച്ചു. തുണിയിലും ദേഹത്തും അത്ര പൂശി. എന്നിട്ട് 3 തുണിയിൽ അവനെ പൊതിഞ്ഞ് ആളുകൾക്ക് കാണാൻ. ഇന്നലെ അവൻ ചാരിയിരുന്ന കസേരന്റെ അപ്പുറത്ത് ഒരു കട്ടിലിൽ മലർത്തി കിടത്തി. ആള് വരുന്നു, മുഖം നോക്കുന്നു, മൂടുന്നു, പിന്നെയും പോകുന്നു. ആൾക്കാർ പിന്നെയും വരുന്നു. ഇവൻ ആരെയും കാണുന്നില്ല. ഭാര്യ കരയുന്നു, മക്കള് കരയുന്നു, ബന്ധുക്കൾ കരയുന്നു. ആരെയും സമാധാനിക്കാൻ പറ്റുന്നില്ല. ഇവനൊട്ടാരും സമാധാനിപ്പിക്കാനും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥ, വല്ലാത്തൊരു കടത്തം. കുറെ സമയം കഴിഞ്ഞു. ആരോ ചോദിച്ചു മക്കളോട്, ഖബറടക്കണ്ടേ? ലാസ്റ്റ് പോക്ക്, ഈ ദുനിയാവെന്നുള്ള അവസാനത്തെ പോക്ക്. ഖബറടക്കണ്ടേ? എത്ര മണിക്കാ? 9 മണിക്ക് എടുക്കാം. ആയിക്കോട്ടെ, 9 മണിക്ക് എടുക്കാം. ഇന്നലെ ഇവൻ അലാറം വെച്ച് എഴുന്നേറ്റ് കാറ് രാവിലെ കഴുകിയിട്ടാണ് കാറിൽ ഓടിച്ചു പോവാൻ ഓഫീസിലേക്ക്. ഇന്ന് ഓനെ കൊണ്ടുപോവാൻ. കുല്ലുബിനി ഉൻസ, എല്ലാ ഉമ്മ പ്രസവിച്ച മക്കളും. അവന്റെ സുഖ സൗകര്യങ്ങൾ എത്ര നീണ്ടതാണെങ്കിലും യൗമൻ, ഒരു ദിവസം, ആ 4 കാറുള്ള കട്ടിലിൽ അവനെ വെച്ചിട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആൾക്കാരെടുത്തു, അങ്ങനെ തന്നെ കൊണ്ടുവന്ന് കട്ടിലിൽ വെച്ചു. ഇത് നടക്കാൻ കഴിയില്ല, കഴിഞ്ഞല്ലോ. ആളുകളെ തോളത്തിൽ വെച്ചിട്ട് അവൻ അവസാനത്തെ പോക്ക്, ദുനിയാവിൽ അവന്റെ അവസാനത്തെ യാത്ര. അത് അവന്റെ കാറിലല്ല, ആരുടെയോ തോളുകളിൽ. ഇന്നലെ അവരെ ഓടി ചാടി നടന്നവനാണ്. പള്ളിയിലേക്ക് വിളിച്ചപ്പോൾ അങ്ങോട്ട് ഓടിയവനാണ്. ഒരു ക്ലാസ്സിനെ വിളിച്ചപ്പം വേറെന്തോ കാര്യത്തിന് വേണ്ടി ഓടിയവനാണ്. ഒരു നല്ല കാര്യത്തിന് വിളിച്ചപ്പം സമയമില്ലാണ്ട് ആ കാര്യം കൊണ്ട് ഓടിയവനാണ്. പക്ഷെ ഇന്ന് ആ കാര്യം ഉപയോഗമില്ല, അവൻ കിടപ്പിലാണ്. തോളത്തിൽ വെച്ചിട്ട് അവനെ കൊണ്ടുപോകും. എങ്ങോട്ട്? അവന്റെ ഓഫീസിന്റെ അപ്പുറത്ത്, ടൗണിലേക്കല്ല, പള്ളിക്കപ്പുറത്ത് ഏതോ ഒരു കുറ്റിക്കാട്ടില്, അതിന്റെ ഏതോ മൂലക്ക് 6 അടി മണ്ണിന്റെ ഒരു കുഴി. ലാസ്റ്റ് അത്രയുള്ളൂ. ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും, ഞാനും നിങ്ങളും പോയേ പറ്റൂ. നൂഹ് പോയി, ഇബ്രാഹിം പോയി, മൂസ പോയി, ഈസ പോയി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവരൊക്കെ അള്ളാന്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ ദുനിയാവിന് ആവശ്യമുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതുൻ. അവരൊക്കെ പോയി. പിന്നെ ഞാനും നിങ്ങളും പോകേണ്ടിരിക്കുന്നു. ഈ പോക്ക് ലാസ്റ്റ് നമ്മൾ പോയേ പറ്റൂ. 6 അടി മണ്ണിലേക്ക്. ഇന്നലെ AC റൂമിൽ കിടന്നവരാണ്, ഇന്ന് 9 മണിക്ക് മണ്ണിന്റെ ഉള്ളിലാണ്. ഒരു കവി പറഞ്ഞു, النفس تبكي على الدنيا وقد علمت أن السلامة فيها ترك ما فيها. അവൻ കരയാൻ തുടങ്ങും. അവൻ അറിയാമായിരുന്നു രക്ഷ അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് ഈ ദുനിയാവിന്റെ സുഖങ്ങളെ ഒഴിവാക്കലായിരുന്നു. അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ സുഖമെടുക്കലായിരുന്നു ഏറ്റവും നല്ലത് എന്നറിയാമായിരുന്നു. പക്ഷെ ചെയ്തില്ല. ഇന്ന് ആ ശരീരം കരയാൻ തുടങ്ങി. لا دار للمرء بعد الموت يسكنها
ഇല്ലല്ലതി കാന ഖബ്ലൽ മൗതി യബ്നീഹാ. മരണത്തിന് ശേഷം ഒരാൾക്ക് താമസിക്കാനുള്ള വീട് ആ ഖബർ മാത്രമാണ്. അത് നിർമ്മിക്കേണ്ടവൻ അവൻ തന്നെയാണ്. ആ ഖബർ നിർമ്മിക്കേണ്ടവൻ അവൻ തന്നെയാണ്. എന്തുകൊണ്ട്? ഫഇൻ ബനാഹാ ബിഖൈരിൻ, നന്മകൾ ചെയ്തുകൊണ്ടാണ് ആ ഖബറിനെ അവൻ നിർമ്മിക്കുന്നതെങ്കിൽ താബ മസ്കനുഹു, അവന്റെ വീട് നല്ല വീടായിരിക്കും. നല്ല വീടായിരിക്കും. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. നന്മ ചെയ്തിട്ടാണ് ആ വീട് ഉണ്ടാക്കിയതെങ്കിൽ അത് നല്ല വീടായിരിക്കും. വേറൊരു വിഷയം. വഇൻ ബനാഹാ ബിശക്കിൻ ഖാബ ബാനിഹാ, ഇനി അത് ഉണ്ടാക്കിയത് ഷർറുകളെ കൊണ്ടാണെങ്കിൽ നിർമ്മിച്ചവൻ പരാജയപ്പെട്ടിരിക്കുന്നു. നിർമ്മിച്ചവൻ പരാജയപ്പെട്ടിരിക്കുന്നു. ആ ഖബറിലേക്ക് പോണ്ടി വരിക. ആരുടെ മണ്ണ്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ കിടത്തും. ഭർത്താവും മക്കളും അയൽവാസികളും ചങ്ങാതിമാരും പോകും. അവര് പോകുമ്പം നടക്കുന്ന കാലിന്റെ ശബ്ദം ഖബറിൽ കിടക്കുന്നവൻ കേൾക്കും. അവരെങ്ങനെ അകന്നകന്നകന്നു പോകും. അവര് പോയി കഴിയലോട് കൂടി രണ്ടാൾക്കാർ വരും, മുൻകറും നക്കീറും. അള്ളാഹു ബോധത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. ഇന്ന തബീബ, ശ്രദ്ധിച്ചോളെ, ഇതെനിക്ക് വേണ്ടി പറയാം, കൂടെ നിങ്ങൾക്ക് വേണ്ടി. ഇന്ന തബീബ ബിതുബ്ബിഹി വദവാഇഹി, ഡോക്ടർ അവന്റെ പഠിപ്പും അവന്റെ മരുന്നും കൊണ്ട് ലാ യസ്തതീഉ ദിഫാഅ മക്റൂഹിൻ അതാ, വന്ന മരണത്തെ തടയാൻ അവന് കഴിഞ്ഞില്ല. എന്റെ ഉപ്പ മരിക്കാനായി, ആരെ കാണിക്കാം? നല്ലൊരു ഡോക്ടർ ഉണ്ട്, മരിക്കാണ്ടിരിക്കാൻ പണിയെടുത്തു. 3-4 ലക്ഷം ഒറ്റ മണിക്കൂറിന് ചെലവാക്കി. പക്ഷെ ഉച്ചക്ക് പോയി. ഡോക്ടർക്ക് അവന്റെ വിദ്യാഭ്യാസമോ അവന്റെ മരുന്നോ ആ വന്നതിനെ തടയാൻ പറ്റിയില്ല. ആ ഡോക്ടർക്ക് എന്ത് പറ്റി? കവി പറയാ, ആ ഡോക്ടർക്ക് എന്ത് പറ്റി? ഇന്നലെ അവൻ അവന്റെ മരുന്നുപയോഗിച്ച് വന്ന മുറിവന്റെ തുന്നിക്കെട്ടി മരുന്ന് വെച്ച് ഉണക്കിയവനാണ്. പക്ഷെ ആ ഡോക്ടർ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. ഓനൊന്നും സ്വന്തം ചെയ്യാൻ പറ്റിയിട്ടല്ലോ. മാത്രമല്ല, ذهب المداوي والمداوى والذي جلب الدواء وباعه ومن اشترى. ചികിത്സിച്ചവനും പോയി, ചികിത്സിക്കപ്പെട്ട രോഗിയും പോയി, മരുന്നുണ്ടാക്കിയവനും പോയി, അത് വിറ്റവനും പോയി, അത് വാങ്ങിയവനും പോയി. ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. എല്ലാവരും പോയേ പറ്റൂ. അസ്ലമനിയൽ അഹ്ലു ബത്ന അസ്സറ. എന്താക്കിയെന്നറിയോ? എന്റെ ബന്ധുക്കൾ, ഞാൻ പോയി കഴിഞ്ഞപ്പോ എന്റെ ബന്ധുക്കൾ മണ്ണിന്റെ ഉള്ളിൽ എന്നെ കൊണ്ടുപോയി കിടത്തി. അവരാരും എന്റെ കൂടെ വന്നില്ല, എന്നെ ഒറ്റക്കാക്കിയിട്ട് പോയി. ഞാൻ ഒറ്റപ്പെട്ടു പോയി. നിലവിളിക്കും, ആരുമില്ല. ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ വീട്ടില്? ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ വീട്ടില്? മണ്ണിനിടയിലാക്കി എല്ലാരും പോയി. എന്നെ ഇവിടെ ഇട്ട് മണ്ണിട്ട് മൂടി, ആരും വരാണ്ട് എന്നെ ഒറ്റക്കാക്കിയിട്ട് എല്ലാരും പോയി. ഇന്ന് എന്റെ കയ്യിലാണെങ്കിൽ കരയാൻ മാത്രമേ പറ്റുള്ളൂ, എനിക്ക് വേറൊന്നും ചെയ്യാനും പറ്റൂല. ആരെയും വിളിക്കാനും കഴിയില്ല, വിളിച്ചാൽ ഒട്ടാരും വരൂല്ല. ഞാൻ ഇന്നൊന്നും ഇല്ലാത്തവനാണ്, ഒന്നുമില്ല. എന്നാലോ എന്നോട് താക്കീത് ചെയ്യപ്പെട്ടതെല്ലാം ഇതാ എന്റെ കൺമുന്നിൽ വന്നിരിക്കുന്നു. ഓടാനും പറ്റൂല, തിരിയാനും പറ്റൂല. നീ എന്നെയോ എന്റെ അവസ്ഥയോ കാണുകയാണെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ നിലവിളിച്ച് കരയുമായിരുന്നു. ആ അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാനും പോവും, നിങ്ങളും പോവും. ഒറ്റ വഴിയേ ഉള്ളൂ, അള്ളാഹുവിന്റെ അളവ്. മുവഹിദാവുക, തൗഹീദ് ഉൾക്കൊള്ളുക, അള്ളാഹുവിന്റെ കൽപ്പനകളെ കഴിവിന്റെ പരമാവധി പാലിക്കുക, ഹറാമുകളിൽ നിന്ന് ഒഴിവാക്കുക. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വന്നുപോയ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരട്ടെ. അവന് പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിതം അവന്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ, നാളെ അവന്റെ കോടതിയിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ വരാൻ, സന്തോഷിക്കാൻ അള്ളാഹു വഴികൾ എളുപ്പമാക്കി തരട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. أقول قولي هذا
وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم.